അപ്പോൾ അങ്ങനെ മാസങ്ങളുടെയും വർഷങ്ങളുടെയും കാത്തിരിപ്പ് പരിപാടിയിൽ നമ്മുടെ ബറോസ് റിലീസായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയി പടം കണ്ടു. അപ്പോൾ പടത്തിൻ്റെ പോസിറ്റീവ്സിനെ കുറിച്ച് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ പടത്തിൻ്റെ 3D വർക്ക്, 3D ഒക്കെ അത്രത്തോളം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് 3D പടം. അതാണ് ബറോസിനെ പറ്റി പറയാനുള്ള, അത്രത്തോളം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ കാര്യങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കളർ ഗ്രേഡിങ് ആയാലും സംഭവങ്ങളൊക്കെ സെറ്റാണ്. പിന്നെ അതിൻ്റെ ആർട്ട് വർക്ക്, അതേപോലെ തന്നെ കോസ്റ്റ്യൂംസ്, അതെല്ലാം സംഭവങ്ങളെല്ലാം സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ പോസിറ്റീവ്സിൽ പറയാനുള്ളത്. പിന്നെ നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം നമ്മളൊരു 2-2.5 മണിക്കൂർ ഒരു ഫാൻറ്റസി, ഒരു ഫിക്ഷൻ പടം, കാരണം ഇപ്പോൾ ഇത് മാർക്കോ പോലുള്ളൊരു ആക്ഷൻ ഓറിയൻറ്റഡ് പടമൊന്നും അല്ലല്ലോ. ഇപ്പോൾ ഒരു ഫിക്ഷൻ പടം, ഇങ്ങനത്തെ ഒരു പടം വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ലൈക്ക് ആക്ഷനും അങ്ങനത്തെ എലമെൻസ് ഒന്നുമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ 2-2.5 മണിക്കൂർ നമ്മളെ കംപ്ലീറ്റ് അതിനകത്ത് എൻഗേജിങ് ആയിട്ട് ഇരുത്തണം. അങ്ങനത്തെ ഒരു ഫാക്ടർ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്ക്രീൻ പ്ലേ ബറോസിന് ഇല്ല. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ശരിക്കും പറഞ്ഞാൽ 2-2.5 മണിക്കൂർ എന്നുള്ള ഒരു ചുരുക്കി 2 മണിക്കൂറൊക്കെ ആയിട്ട് ക്രിസ്പായിട്ട് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയി ഞാൻ തോന്നി. കാരണം ഇപ്പം ക്ലൈമാക്സിലോട്ടൊക്കെ ഉള്ള ടൈമിൽ ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ ഉറക്കം വന്നു. പലർക്കും ആ ഒരു സംഭവം കാണുമ്പോൾ ഉറക്കം വരും. കാരണം അത്രത്തോളം ലെങ്ത് ആയിട്ടുള്ള സീനും ഷോട്ടും ഒക്കെയാണ്, മീൻസ് സീൻസാണ് ഉള്ളത്. അത് കുറച്ച് ലാഗായിട്ട് തോന്നി. കാരണം ഇപ്പം നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സംഭവങ്ങളൊക്കെ സീൻസൊക്കെ കാണാനാണ് ഇഷ്ടം. അധികം ഇങ്ങനെ ലെങ്തായിട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ബോറടിക്കും. ഇതിനകത്തൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അങ്ങനെ ഉണ്ട്. അതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷനും ഒരു അത്രത്തോളം സെറ്റായിട്ടില്ല. കാരണം ലാലേട്ടൻ മിക്ക സീനിലും വന്ന് നിൽക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളി ആക്ടറായിട്ടല്ല, ഒരു ഡയറക്ടറായിട്ടാണ് അതിനകത്ത് വന്ന് നിൽക്കുന്നത്. മിക്ക ഷോട്ട്സിലും ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. കാരണം പുള്ളി അഭിനയിക്കുന്നതിനെ പറ്റിയല്ല ശരിക്കും ചിന്തിക്കുന്നത്. അവിടെ നിന്നൊരു ഡയറക്ടറായിട്ട് ക്യാമറയൊക്കെ മീൻസ് ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റാണോ, മറ്റ് ആക്ടേഴ്സൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ ബാക്കി ഈ സെറ്റിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഒരു ഡയറക്ടറായിട്ട് സ്ക്രീനിൽ വന്ന് ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കുക. അതാണ് നമുക്ക് തോന്നുന്നത്. കാരണം മിക്ക സീൻസിലും ചില സീൻസിലൊക്കെ കാണുമ്പോൾ പുള്ളി ഡയലോഗൊക്കെ പറയുന്ന സീൻസിൽ പുള്ളി ഇങ്ങനെ ചിന്തിച്ച്, കാരണം അടുത്തതിൻ്റെ ഡയലോഗാണ് നമ്മളിങ്ങനെ പറയണം, ആ ഒരു സംഭവം എഴുതി പഠിച്ച് മീൻസ് അങ്ങനെ പഠിച്ച് പറയുന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്യും ചില സാധനങ്ങളൊക്കെ. അപ്പോൾ ബാക്കിയെല്ലാം നോക്കി ക്യാമറയൊക്കെ ഇങ്ങനെ വരുന്നു, അപ്പോൾ ഓക്കെ അടുത്ത എൻ്റെ ഡയലോഗ് പറയണം, ആ ഒരു രീതിയിൽ ചിന്തിച്ച് പറയുന്നത് നമുക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ലാലേട്ടനൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. ലാലേട്ടൻ്റെയൊക്കെ അഭിനയം വെച്ചാൽ വേറെ ലെവലല്ലേ. ഇതിനകത്ത് നമുക്ക് അത്രത്തോളം ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അത് അത്രത്തോളം ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നി. കാരണം പുള്ളി ഡയറക്ടറും ആക്ടറുമായിട്ട് ചെയ്യുമ്പം അത്രത്തോളം അങ്ങോട്ട് സെറ്റായിട്ടില്ല. പുള്ളി അതൊന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് അഭിനയിച്ചിരുന്നത് ലാലേട്ടൻ തന്നെയാണ്. കാരണം ബാക്കി ആക്ടേഴ്സൊന്നും അത്രത്തോളം ലാലേട്ടൻ്റെ അത്ര അടിപൊളിയായിട്ട് ആരും വന്നിട്ടില്ല. അതുപോലെ ആർക്ക് വരാനും പറ്റില്ല, അത് വേറെ കാര്യം. ബാക്കി ആക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും അത്യാവശ്യം അവരെ കൊണ്ട് പറ്റുന്ന പോലെ നല്ലോണം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈസബെല്ലായിട്ട് അഭിനയിച്ച ഒരു കുട്ടിയായാലും അവരൊക്കെ പറ്റുന്ന പോലെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്രത്തോളം നമുക്ക് സാറ്റിസ്ഫൈ ആയിട്ട് തോന്നത്തില്ല. പിന്നെ മലയാളം ആക്ടേഴ്സിനകത്ത് അപ്പോൾ ലാലേട്ടനും കൂട്ടി 5-10 പേര്, മാക്സിമം 10 പേരെ കാണത്തുള്ളൂ പടത്തിൽ കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ ലാസ്റ്റ് ഒരു പുള്ളി ക്യാബിയൊക്കെ വരുന്നുണ്ട്, അതൊക്കെ എതിരാതൊന്നും പുള്ളിക്ക് അറിഞ്ഞുകൂടാ, ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത് ഒരു പടത്തിൽ. പിന്നെ ഇത് കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന പടമാണെന്ന് പലരും പറയുന്നുണ്ട്. വലിയവർ കാണുമ്പോൾ ആ രീതിയിലിരുന്ന് കാണണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് എനിക്ക് കുട്ടികൾക്ക് കാണാൻ പറ്റുന്നൊരു പടമായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം എന്താ പറയുക, അതിനകത്ത് കുട്ടികൾക്ക് കാണാൻ ലൈക്ക് ഒരു അണ്ടർ വാട്ടർ ഒരു അനിമേറ്റഡ് സീക്വൻസ്, ഒരു സോങ് ഒക്കെ ഉണ്ട്. അതൊക്കെ കുട്ടികൾക്ക് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. പക്ഷെ ബാക്കി കംപ്ലീറ്റ് ആയിട്ട് പടത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഒരു പോർച്ചുഗീസ് കഥയാണല്ലോ. പോർച്ചുഗീസ് ഒരു ഗോവയിലൊക്കെ നടക്കുന്ന കൂടുതലും പോർച്ചുഗീസ് ആക്ടേഴ്സൊക്കെ ഉള്ളൊരു കഥയാണല്ലോ. അപ്പോൾ അതിനകത്ത് പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ സീക്വൻസിൽ പോർച്ചുഗീസൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് നമ്മൾ താഴെ ഈ മലയാളം സബ്ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വായിച്ചിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ പിള്ളേരൊക്കെ ഇരുന്ന് പറയുന്ന ഈ ഒരു പടം കണ്ടിട്ട് താഴെ സബ്ടൈറ്റിലൊക്കെ വായിച്ച് പടം കാണുമോ? നമുക്ക് തന്നെ ആ ഒരു സംഭവം എന്താ പറയുക, നമുക്ക് തന്നെ ഒരു പാടാണ് ആ ഒരു സംഭവം താഴെ സബ്ടൈറ്റിലും വായിച്ച് പടം കോൺസെൻട്രേറ്റ് ചെയ്ത് കാണാൻ. അപ്പോൾ പിള്ളേരൊന്നും എന്തുപോലെ അങ്ങനെ നോക്കിയിരുന്ന് കാണില്ല. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ പിള്ളേരുടെ ഒരു ലെവലിൽ പടം എത്തിയിട്ടുമില്ല, വലിയവർക്ക് കാണാൻ പറ്റുന്ന രീതിയിലും എത്തിയിട്ടില്ല. ഒരു രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നൊരു ഇതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം പിള്ളേർക്ക് കാണാൻ പറ്റുന്ന പടം, വലിയവർക്കും കാണാൻ പറ്റുന്ന പടം എന്നൊക്കെ പറയുമ്പോഴേക്ക് ഇപ്പോൾ ഒരു എന്താ പറയുക, കാർസൊക്കെ ഇല്ലേ, അതേപോലുള്ള പടങ്ങൾ. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ പിള്ളേരെക്കാട്ടിലും കുട്ടികളെക്കാട്ടിലും മുതിർന്ന ആൾക്കാരാണ് ആ ഒരു പടമൊക്കെ കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പക്ഷേ എങ്കിൽ പോലും ആ ഒരു പടമൊക്കെ പിള്ളേർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ വേണ്ടി ചെയ്യാൻ പറ്റിയ പടങ്ങൾ. പിന്നെ എന്താ പറയുക, പിള്ളേരൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പടങ്ങൾ ലൈക്ക് നോർമൽ ചെറിയൊരു സ്റ്റോറി ലൈനൊക്കെ വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ, എല്ലാവർക്കും കണക്റ്റ് ആവുന്ന രീതിയിൽ ചെയ്യണം. ഇത് ഭയങ്കര കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ എല്ലാവർക്കും അത്രത്തോളം ഇങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല.
പിന്നെ നമ്മുടെ ഇതിനകത്ത് പാട്ടുകളൊക്കെ ഉണ്ട്. പാട്ടുകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു 3 പാട്ടുകൾ വരുന്നുണ്ട്. ഇസബെല്ല എന്ന് പറഞ്ഞ പാട്ട്, പിന്നെ ബംബൂസിയ, പിന്നെ എന്തൊരു മനമേ, അങ്ങനെ ഒരു 3 പാട്ട് വരുന്നുണ്ട്. ഇത് 3-നകത്ത് ലാലേട്ടൻ പാടിയിട്ടുണ്ട്. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഇസബെല്ല എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. ലാലേട്ടൻ്റെ വോയിസ് ആയാലും അതിനകത്ത് കൊടുത്തേക്കുന്ന ആ ഒരു പാട്ട് പ്ലേസ് ചെയ്തേക്കുന്നതായാലും ഓക്കെ, കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷേ പിന്നീട് അത് ആ പാട്ടാണെങ്കിൽ പോലും വേറൊരു സിംഗറെ വെച്ച് ലാലേട്ടൻ വേറൊരു സിംഗർ പാടിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സെറ്റായതിനെ തോന്നി ആ ഒരു പാട്ടാണെങ്കിലും. പിന്നെ വേറൊരു എന്ന് വെച്ചാൽ ഒരു ബംബൂസിയ എന്ന് പറഞ്ഞ പാട്ട്, അത് കംപ്ലീറ്റ് ഒരു അനിമേഷൻ സോങ്ങാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ബാക്കി പടം ഫുള്ളൊരു ലൈവ് ആക്ഷൻ കണ്ടിട്ട് അത്രയും മാത്രം അനിമേഷൻ സീക്വൻസൊക്കെ കാണുമ്പം അത്രത്തോളം നമുക്ക് സാറ്റിസ്ഫൈ ആവത്തില്ല. അത്രയും ഒരു 5 മിനിറ്റ് മാത്രം അനിമേഷൻ അണ്ടർ വാട്ടർ സീക്വൻസിലോട്ട് പോയിട്ട് നമ്മൾ തിരിച്ചു വരുന്നു. അതിന് പകരം റിയലായിട്ട് അണ്ടർ വാട്ടറിൽ ഷൂട്ട് ചെയ്താലും കുറച്ചുകൂടെ ബെറ്റർ ആയാലും ആ ഒരു 3D എക്സ്പീരിയൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് സെറ്റായാലേ തോന്നി ആ ഒരു സംഭവം. പിന്നെ മനമേന്ന് പറഞ്ഞ പാട്ട്, അതും ലാലേട്ടൻ അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ പാടിയിട്ടുണ്ട്. അതും ലാലേട്ടൻ വേറെ ആരെങ്കിലും പാടിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സെറ്റായാലും തോന്നി. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഈ ഒരു പടത്തിലുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കിയാൽ എനിക്ക് ഇതൊരു ആവറേജ് ടു എബോ ആവറേജിൻ്റെ ഇടയ്ക്കൊക്കെ ഇതൊരു പടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരു പടം സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. പിന്നെ വേണമെങ്കിൽ ഒരു അടിപൊളി 3D എക്സ്പീരിയൻസിന് വേണമെങ്കിൽ പടം പോയി തിയേറ്ററിൽ കാണാം, അത്രേ ഉള്ളൂ.